സി ജി റോയുടെ സഹോദരൻ ശ്രീ ബാബു ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ബാബു, ഏറ്റവും വിഷമമുള്ള ഘട്ടത്തിലാണ് അങ്ങയുടെ പ്രതികരണം ഇപ്പോൾ ആരായുന്നത്. പക്ഷേ എന്നാലും അപ്രതീക്ഷിതമായി ഉണ്ടായിരിക്കുന്ന ഈ മരണം, അതിന്റെ കാരണം എന്താണെന്നാണ് അങ്ങേക്ക് മനസ്സിലാക്കാനാകുന്നത്? എനിക്ക് മനസ്സിലാക്കിയിടത്തോളം ഇൻകം ടാക്സിന്റെ ട്രബിൾ ഉണ്ടായിരുന്നു പുള്ളിക്ക് ഈ 3 ദിവസമായിട്ട്. കഴിഞ്ഞ മാസം ഡിസംബർ 3-ാം തീയതി അവർ വന്നിരുന്നു. അവരിവിടെ 4-5 ദിവസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 28-ാം തീയതി തിരിച്ചും വന്നു. മിസ്റ്റർ കൃഷ്ണപ്രസാദ് ആൻഡ് ടീം ഫ്രം അഡീഷണൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ഫ്രം കേരള, പുള്ളിയുടെ ടീമാണ് ഇവിടെ വന്നിരുന്നത്. അവര് എന്ത് ട്രബിൾ ചെയ്തു എനിക്കറിയില്ല. അവരെ ആൻസർ ചെയ്യണം ഇത് എങ്ങനെ എന്ത് പറ്റിയെന്ന് ശ്രീ ബാബുറായ് ഇതിലേക്ക് പോവാനായിട്ട്. ശ്രീ ബാബുറായ്, ഇതിപ്പോ നേരത്തെ അങ്ങ് പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഡിസംബറിലെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഘട്ടത്തിൽ എപ്പോഴെങ്കിലും സഹോദരൻ ഈ റെയ്ഡിന്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിരുന്നു? ഇൻകം ടാക്സിന്റെ ട്രബിൾ ഇസ് ടു മച്ച് എന്ന് പറഞ്ഞിരുന്നു എന്നോട്. ഇന്ന് രാവിലെ എന്നെ വിളിച്ചിരുന്നു ഒരു 10 മണിക്ക്. ഞാൻ ആക്ച്വലി പുക്കറ്റിൽ ഒരു കല്യാണത്തിന് വന്നാണ്. ഐ എം റിട്ടേണിംഗ് ടു ബാംഗ്ലൂർ. ഇന്ന് രാവിലെ എന്നെ ഒരു 10-11 മണിക്ക് വിളിച്ച് എന്നോട് പറഞ്ഞു. ഇന്ന് രാവിലെ പോലും സംസാരിച്ചു അല്ലേ? സംസാരിച്ചു. ഇന്ന് 11 മണിക്ക് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എന്താണ് പറഞ്ഞതെന്ന് പറയാമോ? എന്നോട് ഇന്ന് പറഞ്ഞത്, ഈ ഇൻകം ടാക്സുകാർ എപ്പോ പോകുന്ന എനിക്ക് അറിയില്ല, നീ എപ്പോഴാ വരുന്നതെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ നാളെ വൈകിട്ട് 7 മണിക്ക് ബാംഗ്ലൂർ ഉണ്ടാവുമെന്ന് ഞാനും പറഞ്ഞു. ഈ സംസാരത്തിൽ വല്ലാത്തൊരു പ്രഷർ നേരിടുന്നതായി അങ്ങേക്ക് തോന്നിയോ? പ്രഷർ ഉണ്ടായിരുന്നു. പുള്ളിക്ക് ഒരു 3-4 ദിവസമായിട്ട് നല്ല പ്രഷർ ഉണ്ടായിരുന്നു. അപ്പൊ ഐ വാസ് കാമിങ് ഡൗൺ. പക്ഷെ ഈ സമയം ഇങ്ങനെ ചെയ്യുന്ന ഞാനൊന്നും വിചാരിച്ചില്ല. ഈ പറഞ്ഞ കടലാസുകളും രേഖകളും ഒക്കെ ബ്രദർ നൽകുന്നുണ്ടായിരുന്നല്ലോ അല്ലേ? ഉണ്ടായിരുന്നു. He was communicating with them. Whatever they have asked, he was given it also. എന്ത് പ്രഷർ ഇൻകം ടാക്സർ ചെയ്തു എന്ന് എനിക്കറിയില്ല. എനിക്ക് എന്റെ ബ്രദർ പോയി, അത്ര തന്നെ എനിക്ക് പറയാൻ പറ്റില്ല. എന്റെ അനിയനാണ് റോയ്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളൊന്നും അദ്ദേഹത്തിന് ഈ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല? ഒന്നുമില്ല. 100%. He has a very good bank balance. അങ്ങനെ ഒന്നുമില്ല. പുള്ളി കടത്തിലൊന്നല്ല, കടമൊന്നുമില്ല പുള്ളിയുടെ. സീറോ ബാലൻസ്, സീറോ കടമാണ് പുള്ളിയുടെ. ഈ റെയ്ഡ് എത്ര തവണ നടന്നു എന്ന് അങ്ങേക്ക് ഏകദേശം അറിയാമോ? ഈ റെയ്ഡ് ഡിസംബർ 3-ാം തീയതി വന്നു. 6-ാം തീയതി അവർ പോയി. പിന്നെ റോയ് ദുബായിലായിരുന്നു ആ സമയത്ത്. പിന്നെ വിളിപ്പിച്ചപ്പോഴാണ് 28-ാം തീയതി റോയ് ഇതിനെ ആൻസർ ചെയ്യാനായിട്ട് തിരിച്ചു വന്നത്. അവര് കൊടുത്ത ഡേറ്റിനാണ് റോയ് തിരിച്ചെത്തിയത്. 28, ഇന്നലെ 29, ഇന്ന് 30. ഇനി എത്ര ദിവസം ഉണ്ടായിരുന്നു എനിക്കറിയില്ല. ഇത് ഒരു ഐ ഡോണ്ട് നോ, സോറി. ഈ റെയ്ഡ് നടക്കുമ്പോൾ വീട്ടില് മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ? ബന്ധുക്കൾ ഉണ്ടായിരുന്നോ? അല്ല, പുള്ളിയുടെ വീട് ദുബായ് ആയതുകൊണ്ട് പുള്ളിയുടെ ഓഫീസിലായിരുന്നു ഇവരുണ്ടായിരുന്നത്. ഈ കൃഷ്ണപ്രസാദ് ടീം, അഡീഷണൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ഫ്രം കേരള. ഈ ഓഫീസിലുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അങ്ങേക്ക് പറ്റിയിട്ടുണ്ടോ? ഈ എന്താണ് ഓഫീസിൽ കമ്മ്യൂണിക്കേറ്റ് അവർ വിടാൻ പറ്റിയിട്ടില്ല. ഇതുവരെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. മരിച്ചതിന്റെ ശേഷം എല്ലാവരും കമ്മ്യൂണിക്കേഷനിൽ ഉണ്ട്. എന്റെ കയ്യില് ഒരു സ്വന്തം സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ റിവോൾവർ വെച്ചിട്ടുണ്ടായിരുന്നുണ്ടോ അല്ലേ? ഉണ്ടായിരുന്നു. ലൈസൻസ് റിവോൾവർ ആയിരുന്നു. അത് പിസ്റ്റൽ ആയിരുന്നു. ഏതായാലും ഏറ്റവും ദുഃഖകരമായ കാര്യം തന്നെയാണ്. തീർച്ചയായും ഈ സമയത്ത് അങ്ങ് പ്രതികരിച്ച തന്നെ വലിയ കാര്യം. വളരെ നന്ദി ശ്രീ ബാബുറായ് പ്രതികരിച്ചതിന്. സഹോദരന്റെ പ്രതികരണമാണ്. അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരനാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ട പ്രകാരമൊക്കെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബർ 3-നാണ് ആദ്യ റെയ്ഡ് നടന്നത്. അത് ഡിസംബർ 6 വരെ നീണ്ടു. അതിനുശേഷം ഇവർ മടങ്ങിപ്പോയി. പിന്നീട് 28-ാം തീയതി വീണ്ടും തീയതി നൽകുകയായിരുന്നു. അതിനനുസരിച്ച് അവർ പറഞ്ഞ സമയത്തിനനുസരിച്ചാണ് ദുബായിൽ നിന്നും അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് എത്തിയതെന്നാണ് പറയുന്നത്. ഈ പല തവണയായി സഹോദരനോട് ഈ റെയ്ഡ് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന റെയ്ഡാണ് എന്ന് പറഞ്ഞിരുന്നതായി കൂടിയാണ് ഇപ്പോൾ മൂത്ത സഹോദരനായ ബാബുറായ് നമ്മളോട് സാക്ഷ്യപ്പെട്ടു.